സാറേ, മലയാളത്തിലെ പ്രമുഖനായ നടനാണ് മമ്മൂട്ടി. കുറച്ച് കാലമായിട്ട് മമ്മൂട്ടി മലയാള സിനിമയിൽ കാണുന്നില്ല. അപ്പോൾ എന്തോ അസുഖമാണ് എന്നൊക്കെയുള്ള കിംവദന്തികൾ, വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ മമ്മൂട്ടിയുടെ കൂടെയുള്ള ആൻഡോ ജോസഫ്, റോബർട്ട് തുടങ്ങിയ ആളുകളൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേക്കുന്നു, മമ്മൂട്ടി തിരിച്ചു വരുന്നു. പുതിയൊരു ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം മലയാളികൾക്ക് വളരെ സന്തോഷം നൽകുന്ന വാർത്തയെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിക്ക് എന്തെങ്കിലും അസുഖമായിരുന്നു എന്നുള്ളൊരു ആശങ്ക പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നുകൂടി വേണ്ടേ മനസ്സിലാക്കാൻ? എന്ത് അസുഖമായിരുന്നു എന്നുള്ളതിനെ പറ്റിയോ, അദ്ദേഹം ഏത് ആശുപത്രിയിലായിരുന്നു, അങ്ങനെ വല്ല ധാരണയുണ്ടോ? എന്ത് അസുഖമാണെന്ന് ധാരണയില്ല. പക്ഷേ ഒന്നുകിൽ ചെന്നൈയിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ അങ്ങനെയുള്ള ചില ആശുപത്രികളിലാണ് ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിലൊക്കെ ഉള്ള വാർത്തകൾ പ്രചരിച്ചു. ഒന്നും സ്ഥിരീകരിക്കാത്ത വാർത്തകളായിരുന്നു. അപ്പോൾ പിന്നീട് മമ്മൂട്ടിയുടെ മകനൊപ്പം കാറിൽ പോകുന്ന ഒരു ഫോട്ടോയോ മറ്റോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോഴാണ് പക്ഷേ ഔദ്യോഗികമായിട്ട് പറയുന്നത് മമ്മൂട്ടി അടുത്ത സിനിമയിലേക്ക് അഭിനയിക്കാൻ വരുന്നു എന്നുള്ളത്. അപ്പോൾ എന്തായാലും അതൊരു പോസിറ്റീവായ വാർത്ത, സന്തോഷകരമായ വാർത്ത. മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ സൂചന ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. കാരണം കളങ്കാവൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയുടെ ഒരു പോസ്റ്റർ ഇന്നലെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സിനിമയുടെ ചിത്രീകരണമൊക്കെ കഴിഞ്ഞതായിരിക്കണമല്ലോ. അത് നേരത്തെ ഒരു സിനിമ ചെയ്ത കഥയും തിരക്കഥയൊക്കെ എഴുതിയ ആൾ ആദ്യത്തെ സംവിധാനം ചെയ്യുന്ന പടമാണ് കളങ്കാവൽ എന്നൊക്കെ വായിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹം ഈ പുതിയ സംവിധായകർക്കൊക്കെ ധാരാളം അവസരം കൊടുക്കുന്ന ആളാണ്. എത്രയോ സംവിധായകർ അദ്ദേഹം അഭിനയിച്ച് രക്ഷപ്പെടുത്തിയിട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ മമ്മൂട്ടി തിരിച്ചു വരികയാണ് എന്ന് വ്യക്തമായിരുന്നു. കാരണം മറ്റേ ഒരു സിനിമ, മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വരുന്നൊരു സിനിമ പ്ലാൻ ചെയ്ത് മഹേഷ് അല്ലേ? അതെ, മഹേഷ്. ആ സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ ഇടയ്ക്കാണ് മമ്മൂട്ടിക്ക് അസുഖം ഉണ്ട്. അത് കഴിഞ്ഞ് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നൊക്കെ കേട്ടത്. അമേരിക്കയിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മമ്മൂട്ടിയുടെ ഞങ്ങളുടെ പൊതു സുഹൃത്തുക്കൾ ചില ആളുകൾ അദ്ദേഹം അമേരിക്കയിലും പോയിരുന്നു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു. കാരണം മഹാരാജാസ് കോളേജിൽ പഠിച്ച ആ കാലത്തെ തന്നെ ധാരാളം പൊതു സുഹൃത്തുക്കൾ നമുക്കുള്ളതാണ്. അപ്പം അതുകൊണ്ട് പല ആളുകളും പല കഥകളും ഒക്കെ ആ കാലത്ത് ഇറക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും അദ്ദേഹം ഈ അസുഖം ഒക്കെ മാറി. കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിശോധനകളൊക്കെ പോസിറ്റീവാണെന്ന് കണ്ടിട്ട് തിരിച്ചു വരികയാണ്. അദ്ദേഹം വീണ്ടും മറ്റേ ചിത്രീകരണ സ്ഥലത്തേക്കൊക്കെ പോകാൻ പോകുന്നു. കാരണം അദ്ദേഹം ഇനി അഭിനയിക്കുമല്ലോ. അതെ. കാരണം സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ അങ്ങനെ വിശ്രമത്തിലേക്ക് ഒന്നും പോകുന്നതായിട്ട് നമുക്കറിയില്ല. അവരാ വെള്ളി വെളിച്ചത്തിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. മാത്രമല്ല 70 വയസ്സായാലും ഒക്കെ കോളേജ് കുമാരന്മാരായിട്ട് അഭിനയിക്കണം. ആ സമയത്ത് തന്നെ 20 or 21 വയസ്സുള്ള ഒരു യുവതി കാമുകിയായിട്ട് വേണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നടന്മാരുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവർ മമ്മൂട്ടിയും ഇനി അഭിനയ രംഗത്ത് തുടരും. പുതിയ ധാരാളം സംവിധായകർക്ക് അവസരവും കിട്ടും. നല്ലതാണ്. സാർ, എപ്പോഴും ഈ മമ്മൂട്ടിയെ വെച്ച് സിനിമ എടുക്കുന്ന പുതിയ സംവിധായകർ, കാരണം ഓരോ പുതിയ സംവിധായകർക്ക് അവസരം കിട്ടും. അതായത് ഒരു കഥയുണ്ട്, അയാളുടെ നല്ല ക്രാഫ്റ്റ് ആണ് എന്നൊക്കെ മമ്മൂട്ടിയെ ബോധ്യപ്പെടുത്താനുള്ള അവസരം കിട്ടുകയും അത് മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്താൽ സ്വന്തമായിട്ട് ആ പടം നിർമ്മിക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് സംവിധായകന്മാരെ മലയാളത്തിലേക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷേ മോഹൻലാലോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് നടന്മാരോ അങ്ങനെ ഈ പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടില്ല. ഇപ്പോൾ ഒരു വനിതയെ പോലും സംവിധായക സംരംഭത്തിലേക്ക് എത്തിച്ച മമ്മൂട്ടിയാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇപ്പം ഈ CPM-മായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളിൽപ്പെട്ട ഒരാളുടെ മുൻ ഭാര്യ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ആളുകൾക്ക് കഴിവുണ്ടെങ്കിൽ അവസരം കൊടുക്കാൻ എപ്പോഴും മമ്മൂട്ടി തയ്യാറാകുന്നു. അതൊരു നല്ല കാര്യമല്ലേ? മമ്മൂട്ടി വളരെ മുമ്പും ഈ ആക്സസിബിൾ ആയിരുന്നു. കാരണം പുതിയ ആളുകൾക്കൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എറണാകുളം പോലൊരു സ്ഥലത്ത് നിങ്ങൾ ചോദിച്ചതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ എറണാകുളത്ത് നിന്നുള്ള ആളല്ല. അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ്. പിന്നെ തിരുവനന്തപുരത്ത് പഠിച്ചതും ഒക്കെയാണ്. അച്ഛൻ സെക്രട്ടേറിയറ്റിലെ വിശ്വനാഥൻ നായർ ജോലിയായിരുന്നു. അപ്പോൾ മമ്മൂട്ടി എറണാകുളത്ത് തന്നെയാണ്. മറ്റേ മഹാരാജാസ് കോളേജിൻ്റെ പ്രോഡക്റ്റും ഒക്കെയാണ്. ഇവിടെ ഒരുപാട് സുഹൃത്തുക്കൾ മമ്മൂട്ടിക്കുണ്ട്. ഇപ്പോൾ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്ന ജോർജ് പാലക്കൻ എന്ന് പറഞ്ഞ നമ്മുടെ വൈപ്പിൻ ഭാഗത്തൊക്കെ അറബി അധ്യാപകനായിരുന്നു. ജോർജ് പാലക്കൻ എന്നാണ് പേരെങ്കിലും അറബി അധ്യാപകനായിരുന്നു.
BA അറബിക്കാണ് ആ പഠിച്ചത് ആ മമ്മൂട്ടി. അത് അധികം ആളുകൾക്ക് അറിയാത്തതാണ്. മഹാരാജാസിൽ പഠിച്ചതാണെന്ന് പറയുമെങ്കിൽ അദ്ദേഹം പഠിച്ചത് അറബിക്കാണ്. പാലക്കൻ ക്ലാസ്മേറ്റും ഒക്കെ ആയിരുന്നു. ഈ പാലക്കനും ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ യൗവനത്തിലൊക്കെ ധാരാളം ഇരുന്നിട്ടുള്ളതാണ്, സംസാരിച്ചിട്ടൊക്കെ ഉള്ളതാണ്. പാലക്കൻ ഇപ്പം ഇല്ല. അപ്പം അങ്ങനെ ആ കാലത്ത് മഹാരാജാസ് കോളേജിൽ പക്ഷെ വലിയ തോതിൽ അഭിനയ രംഗത്തൊന്നും മമ്മൂട്ടി ഉണ്ടായിരുന്നില്ല. അന്ന് ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ബെസ്റ്റ് ആക്ടറൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എസ് രമേശൻ എന്ന് പറഞ്ഞിട്ട് 2 തവണ ചെയർമാനായിരുന്ന ഒരാളുണ്ട് മഹാരാജാസിൽ, കവിയൊക്കെ ആയിരുന്നു എസ് രമേശൻ. 2 കൊല്ലം മുമ്പ് മരിച്ചുപോയി. BDO ഒക്കെ ആയിരുന്നു. TK രാമകൃഷ്ണൻ്റെ സാംസ്കാരിക മന്ത്രിയായിരുന്നപ്പോൾ സാംസ്കാരിക കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന സെക്രട്ടറി ആയിരുന്നു എസ് രമേശൻ. അപ്പോൾ എസ് രമേശനും MT വാസുദേവൻ നായരുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. അത് ഒരുപാട് കാലം അടുപ്പം തുടരുന്നു. എസ് രമേശൻ്റെ അവസാനം വരെയും ആ അടുപ്പം തുടരുകയും ചെയ്തിരുന്നു. MTയെ മഹാരാജാസ് കൊണ്ടുവരുന്നതും പ്രസംഗിപ്പിക്കുന്നതും ഒക്കെ രമേശനാണ്. അത് കഴിഞ്ഞ് ഈ ബാലചന്ദ്രനെ അഭിനയിപ്പിക്കാനായിട്ട് MTയെ കാണാനായിട്ട് കോഴിക്കോട് രമേശൻ പോയി. ആ സമയത്ത് ഞാനും വരട്ടെ എന്ന് മമ്മൂട്ടി ചോദിച്ചിട്ട് കൂടെ പോയി. അത് കഴിഞ്ഞ് ഈ ദേവലോകം സിനിമയുടെയൊക്കെ സമയമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ആ കൂടെ വന്നിരുന്നില്ലേ, ആ കുട്ടി ഒന്ന് അയക്കൂ എന്ന് MT രമേശനെ വിളിച്ച് പറഞ്ഞായിട്ട് രമേശൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയ റോളില് അല്ലേ, ഓടുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ ചെറിയ റോളിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു നായക സ്ഥാനത്തേക്ക് അതങ്ങനെ ടേക്ക് ഓഫ് ചെയ്തില്ലല്ലോ സിനിമ. പക്ഷെ MT ഒരു നായക നടനായിട്ട് കണ്ടതെന്ന് ബാലേന്ദ്രനെ അല്ല മമ്മൂട്ടിയായിരുന്നു എന്നുള്ളത് ഇത് രമേശൻ എന്നോട് പറയുമായിരുന്നു. അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈക്കത്തെ ചെമ്പ് സ്വദേശമാണ്. അദ്ദേഹം ഇവിടെ തേവര കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. അത് കഴിഞ്ഞ തേവര കോളേജിൽ പ്രീ ഡിഗ്രി തോൽക്കുകയും ചെയ്തു. തോറ്റു കഴിഞ്ഞ് പിന്നെ എഴുതി രക്ഷപ്പെട്ടിട്ട് ആണ് ഈ മറ്റേ അറബിക്ക് പഠിക്കാനായിട്ട് മഹാരാജാസ് കോളേജ്. അറബിക്ക് പഠിച്ചാൽ ഇസ്ലാമിക് ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് പിന്നെ എല്ലാവരും പാസ്സാവും അത്യാവശ്യം. കാരണം ചോദ്യപേപ്പർ ഇടുന്നതും മറ്റേ നോക്കുന്നതും ഒക്കെ ഉമ്മർ മാഷ് എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ. അത് കഴിഞ്ഞാൽ ഇവർക്ക് ലോ കോളേജിൽ ചേരാം. ധാരാളം പേര് അങ്ങനെ ലോയർമാരും ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഈ എറണാകുളത്തൊരു വലിയ സൗഹൃദ വലയവും ഒക്കെ ഉണ്ട്. അപ്പോൾ മഹാരാജാസ് കോളേജിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ടൊക്കെ എല്ലാവർക്കും വിളിച്ച് ഈ മമ്മൂട്ടിയുടെ ഒക്കെ നമ്പറിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി തന്നെ ഫോൺ എടുക്കുന്നുണ്ട് എന്നൊക്കെ ആളുകൾ അത്ഭുതത്തിലൊക്കെ പറയാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും സാധാരണ ഇതിൽ ആളുകൾ മമ്മൂട്ടിയുടെ അടുത്തേക്ക് ചെന്ന് ഒരു സെൽഫി എടുക്കാനോ ഫോട്ടോ എടുക്കാനൊക്കെ ചെയ്യുമ്പോൾ ഒരു ധാർഷ്ട്യം കലർന്ന നിലപാടാണ്. മോഹൻലാൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ് അത്തരം കാര്യങ്ങൾ. സത്യത്തിൽ മമ്മൂട്ടിയുടെ ഇത് ഈ പിണറായി വിജയനെ പറ്റി ആളുകൾ പറയുന്ന പോലെയാണ്. പിണറായി വിജയനോട് സംസാരിക്കാൻ എനിക്ക് പേടിയാണെന്നൊക്കെ സെബാസ്റ്റ്യൻ പോൾ പറയുന്നതൊക്കെ കണ്ടിട്ടില്ലേ? ഞാൻ അല്ലാത്ത പിണറായി വിജയനെയും പരിചയമുള്ള ആളാണ്. പൊട്ടിച്ചിരിക്കുകയും തമാശ പറയുകയും ഒക്കെ. ഇതെന്താന്ന് വെച്ചാൽ ഈ എക്സ്റ്റീരിയർ അല്ലേ. ഇപ്പം ഗൗരിയമ്മയെ പറ്റി പറയില്ലേ, അവർ വളരെ ടഫാണ്, അവരുടെ അടുത്ത് പോയി ആളുകൾക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പ്രയാസമാണെന്ന്. എനിക്ക് പക്ഷെ അവരുമായിട്ടും സൗഹൃദം ഉണ്ടായിരുന്നു. ഇവരൊക്കെ അറിയാവുന്നതാണ് എന്ന് പറയുന്ന പോലെ പുറത്തേ ഉള്ളൂ. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നല്ല കുടുംബത്തിലൊരു മൂത്തയാളാണ്. അപ്പോൾ കുടുംബമൊക്കെ നന്നായിട്ട് ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമല്ലോ. വലിയ സാഹസികതയ്ക്കൊന്നും പോവില്ല. ഒരു കുടുംബത്തിലെ മൂത്ത മകൻ വലിയ സാഹസികതയ്ക്ക് പോവില്ല എന്നാണ് ജനിതക ശാസ്ത്രം പറയുന്നത്. പക്ഷെ ഇളയ മകനാണെങ്കിൽ റിബൽ ചെയ്യും. അപ്പൊ അദ്ദേഹം മൂത്തയാളായതുകൊണ്ട് കുടുംബമൊക്കെ നന്നായിട്ട് നോക്കുകയും മറ്റൊരുപാട് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒക്കെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഈ ക്യാൻസറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒക്കെ ഇടപെടുന്ന ഒരാളാണ് മമ്മൂട്ടി. സാർ, അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇയാൾ ഒരു ബോൺ ആക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അഭിനയമാണ് ഏറ്റവും വലിയ പാഷൻ. ബോൺ ആക്ടർ എന്ന് മമ്മൂട്ടിയെ പറ്റിയോ? അല്ല, പറയുന്നതല്ല. ബോൺ ആക്ടർ എന്ന് പറയുന്നത് മോഹൻലാലിനെ കുറിച്ച് ഇദ്ദേഹം തന്നെ സ്വയം പറയുന്നത് അതെ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയിലായിക്കോട്ടെ അല്ലെങ്കിൽ MDയുടെ സിനിമയിലായിക്കോട്ടെ എനിക്കൊരു അവസരം തരുമോ എന്ന് യാതൊരു മടിയും കൂടാതെ ചോദിക്കാൻ
ആഗ്രഹമുള്ള. അപ്പോൾ ഒരു സംവിധായകനെ കണ്ട ഇപ്പം എന്താ എന്നെ വിളിക്കാത്തത് എന്ന്, അല്ലാതെ ഞാൻ വലിയ ആളാണ് എൻ്റെ അടുത്തേക്ക് സംവിധാനം വാ എന്നല്ല പറയുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇനിയും വ്യത്യസ്തമായ റോളുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നടൻ അങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്, മമ്മൂട്ടിയുടെ ആവശ്യമാണ് അഭിനയിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ആളുകളോട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയിലും മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുള്ളൂ, മോഹൻലാലിന് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അടൂർ ഒരു സിനിമ, എനിക്ക് തോന്നുന്നത് 4 പെണ്ണുങ്ങളുടെ ആ സമയത്തോ മറ്റോ ആണ് അടുത്ത സിനിമ അടൂരിന്റെ വരുന്നു എന്ന് പറയുമ്പോൾ അടൂരിന്റെ വീട്ടിൽ പോയി മോഹൻലാൽ കണ്ടതൊക്കെ ഓർക്കുന്നില്ലേ? നിർമ്മിക്കാനും ഒക്കെ തയ്യാറായിരിക്കുമല്ലോ. പക്ഷെ അംഗീകരിച്ചില്ല, മോഹൻലാലിനെ അഭിനയിപ്പിക്കണം എന്ന് അടൂരിന് തോന്നിയിട്ടില്ല. കാരണം അടൂര് ഉദ്ദേശിക്കുന്നത് ഒരു സൂപ്പർ ആക്ടറെ വെച്ചിട്ടുള്ള പടമല്ലല്ലോ. അതിൽ സൂപ്പർ എന്ന് പറയുന്നത് സംവിധായകൻ തന്നെയാണ്. അപ്പോൾ പറഞ്ഞാൽ കേൾക്കുന്ന തരത്തിൽ ഇങ്ങനെ ഈ സംവിധായകരുടെ ഒരു ആക്ടറാണല്ലോ മമ്മൂട്ടി. അപ്പോൾ അതുകൊണ്ട് മമ്മൂട്ടി അങ്ങനത്തെ ഒരു ആക്ടറാണ്. സംവിധായകന്മാർക്കൊക്കെ വഴങ്ങുകയും അവർ പറയുന്നത് പോലെയും. മോഹൻലാൽ ശരിക്കും ഇതിനു വേണ്ടി തന്നെ ജനിച്ചിട്ടുള്ള ഒരാളാണ്. അതുവരെയൊക്കെ തമാശയൊക്കെ പറയുകയും അഭിനയത്തിലേക്ക് കയറുമ്പോൾ ആളായിട്ട് മാറുകയും ചെയ്യുന്ന കഥാപാത്രമായിട്ട് മാറുന്നു, വല്ലാതെ മാറുന്ന ഒരാളാണ്. സാർ ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ മമ്മൂട്ടി കുറച്ച് നാളുകൊണ്ട് ഫീൽഡിൽ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പം മമ്മൂട്ടി വെച്ച് ചില സിനിമകൾ അനൗൺസ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അടുത്ത കാലത്ത് ഇറങ്ങിയ പല സിനിമകൾക്കും മമ്മൂട്ടിയുടെ സിനിമകൾക്ക് വിജയിക്കാനായില്ല എന്നൊരു വിമർശനം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ പറയുന്ന പുതുമുഖങ്ങൾക്ക് അല്ലെ പുതിയ ബാനറിനൊക്കെ അവസരം നൽകുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഈ വിജയിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നിടത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് നമ്മൾ ഇവരൊക്കെ വാങ്ങിച്ച പൈസയൊന്നും പ്രേം നസീർ വലിയ ഉത്തുംഗ പദത്തിലിരിക്കുമ്പോഴും മേടിച്ചിട്ടില്ലല്ലോ. ഇല്ല. പ്രേം നസീർ വലിയ 20,000 രൂപ 25,000 രൂപയ്ക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ മേടിച്ചത്. പിന്നെ സിനിമ മാറിപ്പോയി, അതിൻ്റെ മാർക്കറ്റ് അല്ലേ വിപണി വല്ലാതെ കൂടി. അപ്പോൾ മമ്മൂട്ടി പുതിയ സംവിധായകന് അവസരം കൊടുക്കുന്നു, അദ്ദേഹം തന്നെ ഇത് നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന പ്രതിഫലം അവിടെ ഉടനെ ഇല്ലാതാവുകയല്ലേ. അദ്ദേഹത്തിന് ഓവർസീസ് റൈറ്റോ അങ്ങനെയൊക്കെ അല്ലേ, TV വിൽക്കുന്നതിന്റെ കാശോ ഒക്കെ ആയിട്ട് അത് കിട്ടാം എന്ന് അദ്ദേഹത്തിന് വിചാരിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അദ്ദേഹം സമാന്തര സിനിമകളിലേക്ക് സ്നേഹിക്കുന്ന ആളാണല്ലോ. ഫിലിം സൊസൈറ്റി പ്രസ്ഥാനമൊക്കെ ആയി ബന്ധപ്പെട്ടുമൊക്കെ ഉണ്ടായിരുന്ന ഒരാള്. ഇവിടെ മൂവി ബഷീർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു മുമ്പ്. മൂവി എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം നടത്തിയിരുന്ന ആളാണ്, ഒരു തടിച്ചിട്ട്, എനിക്കൊക്കെ അറിയാവുന്ന ആളാണ്. മൂവി ബഷീറാണ് ഈ കോർപ്പറേഷനിൽ നിന്ന് ഇവിടെയൊക്കെ പോസ്റ്റർ ഒട്ടിക്കാനുള്ള അനുവാദം അദ്ദേഹത്തിനായിരുന്നു, കോർപ്പറേഷന്റെ സീലും ഒക്കെ അടിച്ചിട്ട്. മൂവി ബഷീർ വഴിയൊക്കെ മൂവി ബഷീറാണ് ഈ വാത്സല്യം എന്ന് പറഞ്ഞ സിനിമയുടെ നിർമ്മാതാവ് മമ്മൂട്ടി അഭിനയിച്ചത്. അത് മൂവി ബഷീറിനൊരു പ്രയാസം വന്നപ്പോൾ മൂവി ബഷീറിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ നന്നായി വിജയിച്ച സിനിമ വാത്സല്യം എന്ന് പറഞ്ഞ സിനിമ ഏതാണെന്ന് അറിയാമോ? കൊച്ചി ഹനീഫയായിരുന്നു സംവിധാനം. ആ സിനിമ ഏതാണെന്നാണ് ഞാൻ ചോദിച്ചത്. മുമ്പ് അച്ചാണി എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ട്, ജനറൽ പിക്ചേഴ്സിന്റെ, കൊല്ലത്തെ ജനറൽ പിക്ചേഴ്സ് ഇവിടെ അച്ചാണി എന്ന് പറഞ്ഞ സിനിമ. ആ കഥ തന്നെ എടുത്തതാ. ആണോ? കഥ ഒന്ന് മാറി, അതെ, ഒരു ശക്കലം മാറിയെടുത്ത് അച്ചാണി തന്നെ എടുത്ത പടമാണ്. ഭയങ്കര ഹിറ്റായിരുന്നു അത്, അച്ചാണി എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ അത് നോക്കി അങ്ങനെ ചെയ്തതാണ് വാത്സല്യം. എനിക്ക് തോന്നുന്നത് കൊച്ചിൻ അപ്പോൾ ഇപ്പൊ മലയാളിക്ക് ഒരു സന്തോഷിക്കാനുള്ള ഒരു വാർത്ത കൂടിയാണെന്ന് പറയാല്ലേ മമ്മൂട്ടിയുടെ ഒരു തിരിച്ചുവരവ്? ശരി, മലയാളിക്ക് പൊതുവെ സന്തോഷമാണ്. കാരണം മമ്മൂട്ടി കാരണം പ്രേം നസീറിന്റെ ഒക്കെ കാലത്തിന് ശേഷം, പ്രേം നസീർ, സത്യൻ, ആ തലമുറയ്ക്ക് ശേഷം വന്നിട്ടുള്ള 2 പ്രധാനപ്പെട്ട നമ്മുടെ സിനിമയെ അടക്കി വാണിട്ടുള്ള രണ്ടുപേരാണ് മമ്മൂട്ടിയും മോഹൻലാലും. അപ്പൊ അവർക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രോഗാവസ്ഥയിൽ നിന്ന് സുഖപ്പെട്ട് തിരിച്ചു വന്നു എന്നുള്ളത് നമുക്ക് സന്തോഷമാണ്. നമുക്ക് പൊതുവെ സന്തോഷിക്കാം, സിനിമാ പ്രേക്ഷകർക്ക് സന്തോഷിക്കാം. ഇനി സിനിമ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കന്നി സംവിധായകർക്കും സന്തോഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.